ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के अति पवित्र नाम को महिमा मिले. അൺട്രാവലിംഗ് ദ സ്ക്രിപ്ചേഴ്സ് എന്ന ദൈവവചന പഠന പരമ്പരയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. पवित्र शास्त्र के परते खोलने नामक इस बाइबल अध्ययन की श्रृंखला में हम तहे दिल से आपका स्वागत करते हैं. തിരുവെഴുത്തുകളെ അടുത്തറിയുവാൻ അതിൽ കൂടി ദൈവത്തെ അടുത്ത് അറിയുവാനും അനുഭവിക്കുവാനുമുള്ള ഒരു വലിയ അവസരമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. पवित्र शास्त्र को थोड़े और नजदीक से जानना, उसके द्वारा परमेश्वर को जानना और परमेश्वर के और नजदीक आने के इस पूरे अध्ययन में हम आपका स्वागत करते हैं. ഈ ദൈവവചന പഠന പരമ്പര നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരുന്ന ഒരു അനുഭവമായി മാറട്ടെ. ये श्रृंखला जो है ये आपके और हमारे जीवन में एक बदलाव का कारण होने पाए, ऐसा हम विश्वास करते हैं. ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ പഠന പരമ്പരയെ മുൻപോട്ട് കൊണ്ടുപോകാം. कुछ सवाल पूछकर मैं इस श्रृंखला को आगे की ओर ले जाना चाहूंगा. ഏറ്റവും കൂടുതൽ പ്രസംഗം കേൾക്കുന്ന വ്യക്തികൾ ആരാണ്? सबसे ज्यादा प्रचार सुनने वाले व्यक्ति कौन है? ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന ആളുകൾ ആരാണ്? सबसे ज्यादा प्रचार करने वाले लोग कौन है? ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കൊണ്ട് അദ്ദേഹം ഏറ്റവും കുറഞ്ഞ ഒരു 104 പ്രസംഗങ്ങൾ എങ്കിലും കേട്ടിട്ടുണ്ടാകും. अगर एक साधारण मसीही में बात करूं तो वो एक वर्ष में कम से कम 104 प्रचार तो वो सुनता ही है. അതായത് ഒരു വർഷത്തിൽ 52 ആഴ്ചകളുണ്ട്. 52 ആഴ്ചകളിൽ 2 പ്രസംഗം വീതമെങ്കിലും ഏറ്റവും കുറഞ്ഞ് കേട്ടാൽ അദ്ദേഹം 104 പ്രസംഗങ്ങൾ ഒരു വർഷം കേൾക്കും. हम सब जानते हैं एक साल में 52 सप्ताह होते हैं और हर सप्ताह कम से कम यदि 2 प्रचार भी सुने तो वो व्यक्ति एक साल में 104 प्रचार सुनता है. സോഷ്യൽ മീഡിയയുടെയും ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെയും കാലമായതുകൊണ്ട് അതിൽ കൂടുതൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, പ്രസംഗങ്ങൾ കേൾക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കാറുണ്ട്. आज का जो समय है सोशल मीडिया काफी तेजी से बढ़ रहा है और यूट्यूब, फेसबुक इत्यादि के माध्यम से हम कहीं अधिक प्रचार आज सुनने को मिल रहा है. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രസംഗം കേൾക്കുന്നവരും ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നവരും ക്രിസ്തീയ വിശ്വാസികളായ നമ്മൾ തന്നെ ആകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. इसलिए सबसे ज्यादा प्रचार करने वाले और प्रचार सुनने वाले लोग हम मसीह होने की जो संभावना है वो काफी अधिक बढ़ जाती है. എന്നാൽ ഇത്രമാത്രം പ്രസംഗങ്ങൾ കേട്ടിട്ടും പലപ്പോഴും ദൈവവചനത്തെ വേണ്ട വിധത്തിൽ അറിയുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു സത്യം കൂടി നമ്മൾക്ക് മറക്കുവാൻ കഴിയത്തില്ല. लेकिन इतने अधिक प्रचार सुनने के बावजूद, बोलने के बावजूद आज भी हम बातें कहीं ज्यादा जो वचन की बातें हैं हम वो नहीं जानते. ये बात हमसे छुपा हुआ नहीं है. ഒരു സംഭവം കൂടി പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. एक घटना बताकर मैं आगे बढ़ना चाहूंगा. സർ വോൾട്ടർ സ്കോട്ട് എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് എഴുത്തുകാരനുണ്ടായിരുന്നു. सर वॉल्टर स्कॉट करके एक स्कॉटिश उपन्यासकार थे. അദ്ദേഹം 1832 അന്തരിച്ചു. उनका देहांत सन 1832 में हो गया था. അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗീവ് മീ ദ ബുക്ക്. जब वो मृत्यु के बेहद करीब थे तो उसके उपचार करने वाले जो व्यक्ति उनके साथ थे उनसे जाकर उन्होंने ये बोला कि मुझे वह किताब दे. പരിചാരകൻ ആകെ കൺഫ്യൂഷനായി. उपचार करने वाला व्यक्ति हक्का बक्का रह गया, वो सोच में पड़ गया. അദ്ദേഹത്തിന്റെ മുറിക്ക് അടുത്തുള്ള പുസ്തക അലമാരകളിൽ ഒരുപാട് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. उस व्यक्ति के पुस्तकालय में अनेक पुस्तकें वहां रखी हुई है. പരിചാരകൻ ചോദിച്ചു, സാറേ താങ്കൾ എഴുതിയ പുസ്തകമാണോ അതോ മറ്റാരെങ്കിലും എഴുതിയ പുസ്തകങ്ങളാണോ കൊണ്ടുവരേണ്ടത്? उसका उपचार करने वाला या उसका परिजन जो इस काम को कर रहा था उसने इस प्रकार पूछा कि सर आपने जो किताब लिखी है वो या किसी और के द्वारा लिखी गई कोई और किताब लाने के लिए आप मुझे कह रहे हैं? അദ്ദേഹം ഒരുപാട് കഥകൾ, കവിതകൾ, ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. और जिस सर की हम बात करें सर वॉल्टर स्कॉट, उन्होंने काफी सारी कविताएं, काफी सारे उपन्यास और इत्यादि चीजें लिखी है. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഗീവ് മീ ദ ബുക്ക്. उसने फिर से उन्हें कहा मुझे वह किताब दे. അദ്ദേഹം പരിചാരകൻ വീണ്ടും ചോദിച്ചു, ഏത് പുസ്തകം? और उस व्यक्ति ने फिर से पूछा कि कौन सी किताब दूं मैं आपको? അദ്ദേഹം പറഞ്ഞു, എഴുത്തുകാരൻ പറഞ്ഞു, നിങ്ങൾ എത്ര മണ്ടനാണ്. ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് അലമാരയിൽ ഇരിക്കുന്ന ബൈബിളിനെ കുറിച്ചാണ്. और तब वॉल्टर इस प्रकार कहते हैं कि तू कितना मूर्ख है जब मैं कहता हूं कि मुझे वह किताब दे तो वह किताब केवल एक ही है और वो है पवित्र शास्त्र, हमारा बाइबल. ലോകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ടെങ്കിലും ആ ദ ബുക്ക് എന്ന് പറയുവാൻ കഴിയുന്നത് പവിത്ര വചനത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ കുറിച്ചാണ്. इस संसार में काफी सारे किताबें होंगे लेकिन वह किताब या फिर द बुक कहने के लिए केवल एक ही किताब है और वो हमारा पवित्र शास्त्र बाइबल है. ഞാൻ ആദ്യമേ പറഞ്ഞു, ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളുകൾ നമ്മളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന ആളുകൾ കൂടിയാണ്.
जैसे कि मैंने आपको पहले कहा, सबसे ज्यादा प्रचार करने वाले लोग भी हम हैं और सबसे ज्यादा प्रचार सुनने वाले लोग भी हम हैं। ഇനി മൂന്നാമത്തെ കാര്യം, ലോകത്തെ ഏറ്റവും മികച്ച പുസ്തകം ആയ ബൈബിൾ നമ്മുടെ കയ്യിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. और तीसरी बात मैं आपके सामने बोलना चाहूंगा वो ये है कि सबसे ज्यादा बिक्री होने वाली जो किताब है वो भी हमारे हाथ में है, वो है द बाइबल। ലോകത്തെ ഏറ്റവും മികച്ച പുസ്തകം കയ്യിലിരിക്കുമ്പോഴും നമ്മുടെ ഭാഷകളിൽ അത് എഴുതപ്പെട്ട് നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും അതിനെ വേണ്ട വിധം പഠിക്കുവാൻ കഴിയുന്നില്ല, മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള പരിമിതി നമ്മൾ അംഗീകരിക്കണം. सबसे अच्छी जो इस संसार में किताब है बाइबल, वो हमारे हाथ में होने के बावजूद, हमारी भाषाओं में होने के बावजूद आज भी हमें पूर्ण रीति से समझने में ये हम सक्षम नहीं हैं। इस बात को आज आपको और मुझे स्वीकार करना जरूरी है। പലപ്പോഴും ഒരുപാട് വർഷത്തെ പഴക്കം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് പോലും വേണ്ട വിധത്തിൽ ദൈവവചനത്തെ മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ അതുകൊണ്ട് തന്നെ അതിനെ അനുസരിക്കുവാനോ കഴിയാത്ത അനുഭവം ഉണ്ടാകാറുണ്ട്. ऐसे कई लोग जो बचपन से मसीह है, बचपन से प्रचार सुनते आ रहे हैं, मसीह में हैं, वो लोग भी इस बात को स्वीकार नहीं कर पाएंगे कि वो बाइबल को पूर्ण रीति से या फिर बहुतायत से जानते हैं। എന്തുകൊണ്ടാണ് നമ്മൾക്ക് ദൈവവചനത്തെ വേണ്ട വിധത്തിൽ പഠിക്കുവാൻ കഴിയാത്തത്? ऐसा क्यों होता है कि हम पवित्र वचन को उसके रीति में नहीं पढ़ पाते या समझ नहीं पाते? എന്ത് പ്രശ്നത്തിനു മുൻപിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. हर एक प्रश्न के पीछे उसका एक कारण होता होगा। നമ്മൾ ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് നമ്മുടെ രോഗവുമായി ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളെ ഒന്ന് പരിശോധിക്കും. जब हम किसी चिकित्सक के पास किसी बीमारी को लेकर जाते हैं तो सबसे पहले वो हमारा शोध करता है। അപ്പോൾ നമ്മൾക്ക് എവിടെയാണ് കുറവുകളുള്ളത്, എവിടെയാണ് പ്രശ്നമുള്ളത്, ആ പ്രശ്നത്തെ പരിഹരിക്കാതെ ആ രോഗത്തിൽ നിന്ന് നമ്മൾക്ക് ഒരിക്കലും മുക്തി ഉണ്ടാകുകയില്ല. और जब वो शोध करता है तो वो देखता है कि हमारे किस भाग में क्या कमी है, हमें क्या रोग है, उसका उपचार किए बिना हमें चंगा होना मुश्किल है। അതുകൊണ്ട് ഈ ആമുഖ ഭാഗത്ത് അഥവാ ഇൻട്രോഡക്ടറി സെക്ഷനിൽ എന്തുകൊണ്ടാണ് ദൈവവചനത്തെ വേണ്ട വിധത്തിൽ പഠിക്കുവാൻ നമുക്ക് കഴിയാത്തത് എന്നുള്ള ചില കാര്യങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. इसलिए इस अध्ययन की श्रृंखला की आज की कड़ी यानी कि पहले कड़ी में मैं आपसे बताना चाहूंगा कि ऐसा क्यों होता है कि मसीही व्यक्ति बाइबल को अच्छी रीति से समझ नहीं पाता, ये पढ़ नहीं पाता। നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ എങ്ങനെയുള്ള പ്രസംഗങ്ങളാണ്? हम जो प्रचार सुनते हैं वो किस प्रकार के प्रचार होते हैं? നമ്മൾ സ്വന്തമായിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കാരണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. यदि हम स्वयं बैठकर उसकी जांच पड़ताल करेंगे तो शायद हमारे प्रश्नों का कुछ उत्तर हमें मिल जाएगा। നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ബൈബിളിലെ പല ഭാഗങ്ങളും നമ്മൾ പ്രസംഗിക്കാറില്ല, വായിക്കാറില്ല എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാകും. यदि आप लोग थोड़ा ध्यान से देखेंगे तो आप लोग भी इस बात को अंगीकार करेंगे कि बाइबल के कुछ भाग जो है उससे हम प्रचार नहीं करते, उसको हम पढ़ते नहीं है, उससे हम बैर रखते हैं या दूरी बनाए रखते ഒരു हैं। ഉദാഹരണം മാത്രം പറയാം. मैं केवल एक उदाहरण बोलूंगा। ബൈബിളിൽ ഏകദേശം അതിന്റെ 27 മുതൽ 30% വരെ ഭാഗങ്ങൾ പ്രവാചക പുസ്തകങ്ങളാണ്. बाइबल में तकरीबन 27 से लेकर 30% भविष्यद्वक्ताओं की किताबें हैं। എത്ര പ്രവചന ഗ്രന്ഥങ്ങളാണ് ഒരു സാധാരണ വിശ്വാസിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എത്ര പ്രസംഗങ്ങളാണ് പ്രവചന പുസ്തകങ്ങൾ നമ്മൾ കേൾക്കുന്നത്? अब आप लोग मुझे बताइएगा कि ये जो भविष्यद्वक्ता या फिर नबियों की जो किताब है उनमें से कितने किताबों को आप पढ़ते हैं या फिर इनसे जब प्रचार होता है तो उनमें से कितनी बातें आप समझ पाते हैं? സെഖര്യാവ്, മലാഖി, മീഖ, ഹബക്കുക്ക്, ഹഗ്ഗായി തുടങ്ങിയ പുസ്തകങ്ങളിൽ നിന്ന് എത്രമാത്രം അറിവാണ് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്? जकरिया, मीका, नाहुम, हबक्कुक इत्यादि के जो नबी, छोटे नबी है, उनके बारे में हम कितना कुछ आज जानते हैं? യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ എത്ര പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? यशायाह नबी की किताब में से न जाने हमने कितने प्रचार सुन लिए। യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എത്ര പ്രസംഗങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്? यिर्मयाह नबी की किताब में से कितने प्रचार आज हमें याद है? കേവലം ഒരു കുശവന്റെ വീട്ടിലേക്ക് പോകുന്ന പ്രവാചകനെ കുറിച്ചുള്ള അധ്യായം ഭാഗമല്ലാതെ മറ്റെന്ത് പ്രസംഗമാണ് നമുക്ക് ഒറ്റ ഇരിപ്പിൽ ഓർക്കുവാനായിട്ട് കഴിയുന്നത്? केवल उस कुमार और मिट्टी की जो कहानी है या फिर उस घटना है, उसके अलावा आप कितने बातों को उस किताब में से जान पाते हैं या आपको याद है? അല്പം കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ യോനാ പ്രവാചകൻ ഒഴികെ മറ്റ് പല പ്രവാചക പുസ്തകങ്ങളെ കുറിച്ച് നമുക്ക് അറിവുകൾ വളരെ പരിമിതമാണ്. और यदि मैं थोड़े और ढंग से बताऊं तो योना नबी की किताब को छोड़कर बाकी नबियों की किताब के बारे में हमारा ज्ञान बहुत ज्यादा सीमित है। യോനാ പ്രവാചന പുസ്തകം തന്നെ ഒരു കഥയുടെ രൂപത്തിലുള്ളതായതുകൊണ്ടാണ് നമുക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. योना की किताब भी चूंकि हम उसे कहानी के तौर पर पढ़ते हैं, हमें वो थोड़ा बहुत याददाश्त में है। യെശയ്യാവ്, യിരെമ്യാവ്, യഹസ്കേൽ, ദാനിയേൽ ഇത്തരം പുസ്തകങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നവരും പ്രസംഗിക്കാറില്ല, പഠിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കാറില്ല. यशायाह, यिर्मयाह, यहेजकेल, दानियेल, ये जो बड़े नबी है उनके बारे में प्रचार तो होता है लेकिन हमें समझ में बेहद कम आता है.
അപ്പോൾ പ്രവാചക പുസ്തകങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ ബൈബിളിന്റെ 30% നമുക്ക് നഷ്ടമാകുകയാണ്. तो हमें समझना है जब हम इन नबियों की किताब को नहीं पढ़ते हैं तो 30% बाइबल को हम दूर कर रहे हैं, हम समझ नहीं पा रहे. നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ കേവലമായ ചില കാര്യങ്ങളും പുറപ്പാട് പുസ്തകത്തിലെ 1-2 കാര്യങ്ങളും അല്ലാതെ ഒരു സാധാരണ വിശ്വാസിക്ക് അതിന്റെ അപ്പുറത്തേക്കുള്ള അറിവുകൾ സാധാരണ ലഭിക്കാറില്ല. यदि हम उत्पत्ति की किताब देखें या निर्गमन की किताब देखें तो वहां से चंद बातों को छोड़कर एक साधारण मसीह को ज्यादा बातें वहां से भी नहीं मालूम है आज. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ചില അത്ഭുതങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളുടെയും പഠനത്തിന് വിഷയമാകാറുള്ളത്. और यदि अब मैं नए नियम की ओर रुख करूं तो वहां पर यीशु मसीह के कुछ चमत्कार, कुछ बातें ही हमें याद है, उसके अलावा वहां से हमें ज्यादा कुछ मालूम नहीं है. പുതിയ നിയമത്തിൽ അല്പം കൂടി ശ്രദ്ധിച്ചു പഠിച്ചാൽ മനസ്സിലാകും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടുള്ള അവസാന ആഴ്ചയുടെ ചരിത്രമാണ് സുവിശേഷങ്ങളുടെ 30% ഭാഗം. यदि आप थोड़े और ध्यान से सुसमाचार को पढ़ेंगे तो आपको समझ में आएगा यीशु मसीह के पकड़वाए जाने वाले या फिर क्रूसीकरण का जो हफ्ता है वो जो 7 दिन है, उस 7 दिन में तकरीबन 30% जो सुसमाचार है वो कवर हो जाता है. സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ ഉപമകളെ കുറിച്ച് ആളുകൾ പ്രസംഗിക്കാറുണ്ട്. जब हम सुसमाचार के बारे में पढ़ते हैं तो हम देखते हैं वहां पर कि जो काफी अत्यधिक प्रचार में किया जाता है वो ये है कि दृष्टांतों में से प्रचार करना. ഉപമകളിൽ തന്നെ വളരെ ചുരുക്കം ഉപമകളാണ് നമ്മൾ സാധാരണ പഠിക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാറുള്ളത്. दृष्टांत की भी यदि मैं बात करूं तो उसमें से भी चंद दृष्टांत ऐसे हैं जो हमें सिखाया जाता है और हमें याद रहता है. വിതയ്ക്കുന്നവന്റെ ഉപമ, കാണാതെ പോയ ആടിന്റെ ഉപമ, അല്ലെങ്കിൽ ദ്രമ്മയുടെ ഉപമ, അല്ലെങ്കിൽ മുടിയനായ പുത്രന്റെ ഉപമ. ഇതിന്റെ അപ്പുറത്തേക്ക് ഉപമകളെ കുറിച്ചുള്ള പഠനം നമുക്ക് ലഭിക്കാറില്ല. यदि दृष्टांतों की बात करें तो बीज बोने वाले का दृष्टांत, खोई हुई भेड़ की दृष्टांत, खोए हुए पुत्र की दृष्टांत, इन सब 4-5 दृष्टांतों को छोड़कर बाकी दृष्टांत तो हमें भी नहीं आज याद है. അപ്പോൾ നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളുടെ ഒരു പരിമിതി തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. इसलिए जो हम प्रचार सुनते हैं उनकी सीमाओं को जानना बेहद जरूरी है. ബൈബിളിന്റെ 90% ഭാഗങ്ങളും നമുക്ക് പ്രസംഗങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പഠനങ്ങളിലേക്ക് അത് വിഷയമായി മാറുന്നില്ല. आप इस बात को समझिए, जब आप प्रचार को सुनते हैं तकरीबन 90% बाइबल के भागों को प्रचार में कवर ही नहीं करते. നമ്മുടെ ഇഷ്ടപ്പെട്ട കേവലം 10%-ലാണ് നമ്മുടെ പഠനങ്ങൾ മുഴുവൻ പരിമിതിപ്പെടുന്നത്. जो 10% हमें अच्छा लगता है उन्हीं का प्रचार हम या तो करते हैं या फिर वो प्रचार वो हम सुनते हैं. അപ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം, നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളുടെ പരിമിതിയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. इसलिए जो प्रचार हम सुनते हैं उनकी सीमाओं को जानना बेहद जरूरी है. രണ്ടാമത്തെ പരിമിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വായനയുടെ പരിമിതിയാണ്. और दूसरा जो हमारे सामने जो सीमा है वो ये है, जो हम पढ़ते हैं उस पढ़ने में जो नाकामी या फिर जो सीमाएं हैं. നമ്മൾ ഒരുപാട് വായിക്കുന്നവരാണ്, പക്ഷെ എന്നിട്ടും ദൈവവചനത്തെ പഠിക്കുവാനായിട്ട് കഴിയുന്നില്ല. हम बहुत ज्यादा पाठ तो पढ़ते हैं लेकिन उसमें से समझ बेहद कम पाते हैं. ദൈവവചനം പഠിച്ചാൽ മാത്രം കാര്യമില്ല, അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. पवित्र शास्त्र को केवल पढ़ना ही जरूरी नहीं है, उसको पढ़ना और समझना भी उतना ही जरूरी है. യേശുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു ന്യായശാസ്ത്രി വന്നു. हम देखते हैं कि यीशु मसीह के पास एक व्यवस्थापक आया. അദ്ദേഹം യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ചോദിച്ചു, ദൈവമേ, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? उसने यीशु की परीक्षा लेने के लिए उससे पूछा, हे गुरु, अत्यंत जीवन का उत्तराधिकारी होने के लिए मैं क्या करूं? യേശുവിനോട് ചോദിച്ചു, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ ഇതിനെ വായിക്കുന്നു? यीशु ने उससे कहा कि जो व्यवस्था में लिखा गया है तू उसे कैसे पढ़ता है? ഈ സംഭാഷണം മുൻപോട്ട് പോകുമ്പോഴാണ് നല്ല ശമര്യക്കാരന്റെ ഉപമ യേശു പറയുന്നത്. और जब ये उनके बीच का जो वाद है वो आगे की ओर जाता है, जब उनकी बातचीत आगे की ओर जाता है तब वो एक अच्छे सामरी की उपमा उनके सामने रखता है. അതായത് നല്ല ശമര്യക്കാരന്റെ ഉപമയുടെ സന്ദർഭമാണ് നമ്മൾ പറയുന്നത്. और हम देखते हैं, हम जो अच्छा सामरी व्यक्ति है उस दृष्टांत के बारे में नीचे देखते हैं. യേശു ആ ന്യായശാസ്ത്രിയോട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. और यहाँ पर यीशु मसीह जो उस व्यवस्थापक से सवाल पूछता है वो बेहद जरूरी सवाल है. യേശു ചോദിക്കുന്നു, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതിനെ എങ്ങനെ വായിക്കുന്നു? यीशु मसीह पूछते हैं कि व्यवस्था में क्या लिखा है और तू उसे कैसे पढ़ता है? രണ്ട് കാര്യങ്ങളാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. यहाँ से हमें 2 चीजें समझना है. ന്യായപ്രമാണത്തിൽ എഴുതിയ കാര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. व्यवस्था में जो बातें लिखी गई है उसमें कोई भी बदलाव या छेड़छाड़ नहीं है. ഒരിക്കൽ പീലാത്തോസ് പറഞ്ഞതുപോലെയാണ്, ഞാൻ എഴുതിയത് എഴുതി, ഇനി അതിന് മാറ്റമില്ല. जिस प्रकार पिलातुस ने कहा जो मैंने लिखा वो लिख लिया, अब उसमें कोई भी बदलाव नहीं है. എഴുതപ്പെട്ട തിരുവെഴുത്തിനെ ആർക്കും മാറ്റുവാനായിട്ട് കഴിയത്തില്ല. जो लेख लिखा गया उसे कोई नहीं बदल सकता. ഇനി മാറ്റേണ്ടത് നിങ്ങളുടെ വായനയാണ്.
और लेकिन जो बदला जा सकता है वो है हमारे पढ़ने का जो शीलता है जिससे हम पढ़ते हैं। യേശു ചോദിച്ചു, നീ ന്യായപ്രമാണത്തെ എങ്ങനെ വായിക്കുന്നു? यीशु उनसे पूछता है कि तू जो व्यवस्था है उसे कैसे पढ़ता है। അവിടെ എങ്ങനെ വായിക്കും ചോദിക്കുന്നതിൽ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് അന്തർലീനമായിരിക്കുന്നത്. यहाँ पे जब यीशु पूछते हैं कि तू उसे कैसे पढ़ता है तो उसके भीतर दो छुपे हुए सवाल है। ഒന്ന് വായിക്കുന്നവന്റെ മനോഭാവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. पहला जो पढ़ रहा है उसकी मनोभावना कैसी है वो जांच रहा है। രണ്ട് വായനയുടെ രീതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. दूसरा वो किस रीति से उसे पढ़ता है वो पूछता ആ है। രീതി എന്ന് പറയുമ്പോൾ അനുസരിക്കുവാനുള്ള മനസ്സോടുകൂടിയാണ് വായിക്കുന്നത് കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. जब वो किस रीति से पढ़ रहा है पूछने का मकसद ये है कि जो तू पढ़ रहा है क्या तू उसे ग्रहण करने और लागू करने के लिए पढ़ रहा है या फिर ऐसे ही पढ़ रहा है। വായനയുടെ ആറ്റിറ്റ്യൂഡും വായനയുടെ അപ്രോച്ചും വളരെ പ്രധാനമാണെന്നാണ് യേശു പറയുന്നത്. जिस तरीके से आप पढ़ रहे हो और जिस लिए आप पढ़ रहे हो आपका किस तरीका आपका एटीट्यूड है और क्या आपका अप्रोच है वो बेहद जरूरी है। തിരുവചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നമ്മുടെ വായനാ രീതി നന്നാക്കണം, നമ്മുടെ വായനയുടെ മനോഭാവം നന്നാക്കണം. यदि व्यवस्था में जो लिखा है यदि हमें वो समझना है तो सबसे पहले जिस रीति से हम उसे ग्रहण करते हैं वो बदलना है। दूसरा हमें एक अच्छी मनोभावना लेकर वचन पढ़ना है। അപ്പോൾ നമ്മുടെ മുൻപിലും ഈ ചോദ്യം വളരെ പ്രസക്തമാണ്, നമ്മൾ എങ്ങനെ വായിക്കുന്നു? इसलिए आज हमारे मध्य भी ये सवाल बेहद जरूरी है कि हम व्यवस्था को या वचन को कैसे पढ़ते हैं। ദൈവവചനത്തെ ഏത് മനോഭാവത്തോടെ വായിക്കുന്നു? किस मनोभावना के साथ आप परमेश्वर के वचन को पढ़ रहे हैं। യേശു തന്റെ പ്രസംഗങ്ങളിൽ സാധാരണ പറയാറുള്ള കാര്യമാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്. यीशु मसीह अपने प्रचार में या फिर अपने दृष्टांतों में काफी अच्छी तरीके से बताते हैं कि मैं जो तुमसे कहता हूं, അതായത് തിരുവഴുത്തിന്റെ ദാതാവാകുന്ന ഞാൻ നിങ്ങളോട് അതിന്റെ ശരിയായ അർത്ഥം പറഞ്ഞു തരുന്നു, നിങ്ങൾ അതേ അർത്ഥത്തെ മനസ്സിലാക്കണമെന്നാണ് യേശു ഉദ്ദേശിക്കുന്നത്. यीशु मसीह कहते हैं कि इस वचन का जो सृष्टिकर्ता मैं हूं, मैं जिस रीति से आपको ये वचन बता रहा हूं उसी रीति में आपको ये लेना है और आपको लागू करना है। നമ്മൾ ആദ്യം പറഞ്ഞത് ദൈവവചനത്തിന്റെ നമ്മൾ കേൾക്കുന്ന വേദഭാഗങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞത്. सबसे पहले हमने देखा जो प्रचार हम सुनते हैं वो मात्र 10% ही है जो हम सुनते हैं। അതിന്റെ പരിമിതികളെ കുറിച്ചാണ് പറഞ്ഞത്. उनकी सीमाओं के बारे में हमने देखा। രണ്ടാമത് പറഞ്ഞ നമ്മുടെ വായനയുടെ പരിമിതിയെ കുറിച്ചാണ് പറഞ്ഞത്. दूसरा जो हमने देखा वो हम जिस रीति से उसको पढ़ते हैं उसकी समस्याएं या सीमाओं को हमने देखा। മൂന്നാമത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ബൈബിളിൽ ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. और तीसरी जो बाधा या समस्या या जो सीमा है मैं उसको आपके सामने लेके आना चाहता അപ്പോസ്തല हूं। പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ നമുക്ക് ഒരു സംഭവം കാണുവാൻ കഴിയും. प्रेरितों के काम उसके 8वें अध्याय में एक घटना को हम देखते हैं। വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. हम सब लोग उस वचन से काफी ज्यादा परिचित है। എത്യോപ്യക്കാരനാകുന്ന ഒരു വ്യക്തി യെരുശലേമിൽ നിന്ന് എത്യോപ്യയിലേക്ക് മടങ്ങി പോകുന്ന ഒരു സന്ദർഭമാണ്. हम देखते हैं कि इथियोपिया देश का एक खोजा जो है वो यरूशलेम से वापस इथियोपिया की ओर रास्ते में जा रहा होता है। ഷണ്ണനാകുന്ന അദ്ദേഹം യെരുശലേം ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വന്നതാണ്. और जो वो खोजा है वो यरूशलेम में परमेश्वर की आराधना करने को आया था। അദ്ദേഹം മടങ്ങി പോകുന്ന വഴിയിൽ അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒരു ചുരുൾ വാങ്ങി മടങ്ങി പോവുകയാണ്. और जब वो वापस इथियोपिया की ओर जा रहा होता है तो वो यशायाह नबी का ग्रंथ अपने साथ लेकर जा रहा होता है। മടക്ക യാത്രയിൽ അദ്ദേഹം രഥത്തിലിരുന്നു കൊണ്ട് ഈ ചുരുളഴിച്ച് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. और जब वो अपने मार्ग में वापसी कर रहा होता है तो वो रथ के ऊपर बैठकर ये यशायाह नबी की जो ग्रंथ वो अपने साथ लेकर आया था उसे पढ़ना चालू करता है। യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളാണ് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. यशायाह नबी की किताब उसके 53वें अध्याय में जो बातें लिखी गई है वो बातें वो पढ़ रहा होता है। ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആ വേദഭാഗം. हमारे संदेश का किसने विश्वास किया और यहोवा का भुजबल किस पर प्रकट हुआ ये वचन वो पढ़ रहा था। അദ്ദേഹം വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. और वो पढ़ते ही जा रहा था यशायाह नबी की किताब പക്ഷേ को, അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. लेकिन उसे कुछ भी समझ नहीं आ रहा था। അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. उस व्यक्ति के बारे में एक दो बातें और बताऊंगा तभी आप थोड़े और स्पष्ट रीति से ये बात समझेंगे। ഇദ്ദേഹം ഷണ്ണനാണ്. ये एक खोजा है, ഇദ്ദേഹം വിജാതീയ വ്യക്തിയാണ്. ये एक अलग किया हुआ व्यक्ति है, അതായത് അദ്ദേഹം യഹൂദനല്ല. मतलब ये यहूदी नहीं है। യെരുശലേം ദേവാലയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നതാണ്. ये यरूशलेम में परमेश्वर के प्रार्थना करने के लिए आराधना करने के लिए वो वहां पर आया है। അദ്ദേഹത്തിന് ദേവാലയത്തിനകത്ത് കയറി പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ലായിരുന്നു.
ये आराधनालय के अंदर जाकर प्रार्थना करने लायक ये योग्य नहीं था। അദ്ദേഹം പുറത്ത് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോവുകയാണ്. वो बाहर ही खड़ा होकर परमेश्वर की आराधना और प्रार्थना करके लौट रहा था। മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തു. और वापसी में उसने एक अच्छा कार्य किया। അദ്ദേഹം തിരുവചനത്തിന്റെ ഒരു ചുരുൾ വാങ്ങിക്കൊണ്ടുപോയി. वो अपने साथ पवित्र शास्त्र का एक ग्रंथ अपने साथ लेकर गया തന്റെ മടക്കയാത്രയിൽ താൻ ചുരുൾ അഴിച്ച് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. और अपनी वापसी के यात्रा में उस ग्रंथ को खोलकर वो उसको पढ़ रहा था। ആ വായനയിൽ തനിക്കൊന്നും മനസ്സിലായില്ല. उस पढ़ने में उसको कुछ भी समझ में नहीं आ रहा യെശയ്യാ था। പ്രവാചന പുസ്തകത്തിലെ ആ ചുരുൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചന പുസ്തകത്തിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. और यशायाह नबी की वो ग्रंथ जो किताब वो पढ़ रहा था वो यीशु मसीह के आगमन के बारे में लिखी गई बातें हैं। അവിടെ രോമം കത്തിരിക്കുന്നതിന് മുൻപിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. और वहां पर रोमी साम्राज्य के आगे एकदम मौन रहने वाले मेमना के बारे में लिखा गया അത് है। യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. वो यीशु मसीह के आगमन के बारे में की गई भविष्यवाणी है। പക്ഷേ ഈ ഖോജയ്ക്ക് അല്ലെങ്കിൽ ഈ ഷണ്ണന് ഇതൊന്നും മനസ്സിലായില്ല. लेकिन इस खोजा को ये बातें समझ में नहीं आ रही പക്ഷേ थी। അദ്ദേഹത്തിന്റെ ഗുണം അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ലെങ്കിലും അദ്ദേഹം വായന തുടർന്നുകൊണ്ടേയിരുന്നു. लेकिन उसकी एक खासियत ये थी कि उसको चाहे कुछ भी समझ में क्यों ना आ रहा हो उसने उसको पढ़ना जारी रखा। അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ മനുഷ്യനോട് പറഞ്ഞു, നീ ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകുക. और तब पवित्र आत्मा फिलिपुस नामक एक व्यक्ति को दर्शन देता है और कहता है कि तू गाजा की ओर जा। ശമരിയിൽ അതിശക്തമായ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യനായിരുന്നു ഫിലിപ്പോസ്. और हम जानते हैं कि सामरिया नगर में काफी ताकतवर सेवकाई करने वाला एक व्यक्ति था फिलिपुस। അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകുക. और उस व्यक्ति से पवित्र आत्मा ने कहा कि तू गाजा की जो निर्जन भूमि है तू उस ओर जा। അദ്ദേഹം ചെല്ലുന്ന സമയത്ത് ഈ ഷണ്ണൻ രഥത്തിലിരുന്നു കൊണ്ട് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. और जब वो जा रहा था उस समय ये जो खोजा है वो रथ में बैठकर यशायाह नबी की किताब को पढ़ते जा रहा था। ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ രഥത്തോട് ചേർന്ന് നടക്ക. और हम देखते हैं कि पवित्र आत्मा फिलिपुस को अगुवाई देता है और कहता है कि तू रथ के साथ साथ चल। അദ്ദേഹം ഷണ്ണനോട് ചോദിച്ചു, നീ വായിക്കുന്നുണ്ടോ, പക്ഷെ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. फिलिपुस ने खोजा से एक सवाल पूछा कि तू पढ़ तो रहा है लेकिन जो तू पढ़ रहा है क्या तू उसे ग्रहण कर रहा है? അദ്ദേഹത്തിന്റെ മറുപടി വളരെ ഹൃദ്യമായിരുന്നു. और उसका जो जवाब था वो काफी स्पष्ट था। അദ്ദേഹം പറഞ്ഞു, പൊരുൾ തിരിച്ചു തരുവാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? उसने इस प्रकार कहा, इन बातों को मुझे समझाने के लिए कोई व्यक्ति नहीं है तो मैं इसको कैसे समझूंगा? നമ്മൾ ഈ ഷണ്ണനെയും നമ്മളെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. आप इस खोजा को और खुद को एक तराजू में रखकर तोलिएगा। അദ്ദേഹം ഒരു സഭായോഗത്തിന് പോയിട്ട് മടങ്ങി വരുവാണെന്ന് വിചാരിച്ചു. आप ऐसे मान लीजिए वो एक रविवार की आराधना में होकर वापस घर जा रहा है। നമ്മളൊക്കെ ആരാധനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വഴിയിൽ ആരെങ്കിലും ബൈബിൾ തുറന്ന് വായിക്കാറുണ്ടോ? हम जब आराधना खत्म होकर घर जा रहे हैं हम में से कोई बाइबल खोलकर किताब पढ़ता है ഓൾറെഡി क्या? പ്രസംഗം കേട്ടിട്ട് തളർന്നു വരികയാണ് നമ്മള്. पहले से थक कर वचन सुनकर प्रचार सुनकर हम जा रहे हैं। പ്രസംഗം കേട്ട് ക്ഷീണത്തിൽ മടങ്ങി പോവുകയാണ്. वचन सुनने के थकावट में हम वापस जा रहे हैं। പക്ഷേ ഷണ്ണൻ മടങ്ങി പോകുമ്പോഴും അവൻ ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. लेकिन हम यहाँ पर देखते हैं जो खोजा है वो वापसी के यात्रा में भी वो उस ग्रंथ को वो पढ़ रहा होता है। അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ലെങ്കിലും അദ്ദേഹം വായന നിർത്തുന്നില്ല. चाहे उसको कुछ भी समझ में क्यों ना आए लेकिन वो पढ़ना जारी रख रहा है। നമ്മളൊക്കെ ആണെങ്കിൽ മനസ്സിലായാലും വായിക്കത്തില്ല, പിന്നെ മനസ്സിലായില്ലെങ്കിൽ വായിക്കുന്ന പ്രസ്ഥാനമേ ഇല്ല. പിന്നെ हम अगर अपनी बात करें यदि हमें समझ में आ रहा है तो हम नहीं पढ़ते, तो भैया जब समझ में नहीं आएगा तो फिर हम क्या ही बताएं। പക്ഷെ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ദൈവവചനം പഠിക്കണമെന്ന് മനസ്സുള്ള ഒരുവൻ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. लेकिन परमेश्वर एक बात जानता है कि एक व्यक्ति ऐसा है जो पूरे मन से परमेश्वर के वचन को जानना चाहता है और एक ऐसा श्रम करने वाला एक व्यक्ति है। परमेश्वर इस बात को जानता था। ഷണ്ണൻ സമയം കളയാതെ ഫിലിപ്പോസിനോട് പറഞ്ഞു, താങ്കൾ എന്റെ രഥത്തിൽ കയറിയിരുന്ന് എന്നെ പഠിപ്പിക്കുവാനായിട്ട് ക്ഷണിച്ചു. और जो खोजा है वो बिल्कुल भी समय जायज ना करते हुए फिलिपुस को कहता है तू मेरे रथ पर आ और ये जो बातें लिखी गई है तू मुझे ये समझा या सिखा। ഈ ദൈവവചന പഠന പരമ്പര ഞങ്ങൾ ആ പഠന പരമ്പരയിൽ
ഒരു രഥം പോലെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. और ये जो श्रृंखला आज हम यहाँ पर शुरू कर रहे हैं ये भी एक रथ के समान है. मैं आपको कहना ഈ चाहूंगा യാത്രയിൽ ദൈവത്തിന്റെ വചനം നമ്മൾക്ക് ഒന്നിച്ച് പഠിക്കാനുള്ള ഒരു അവസരമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. इस यात्रा में परमेश्वर के वचन को हम सब साथ में मिलकर पढ़ेंगे, ऐसा मैं विश्वास ആ करता യാത്ര हूँ. മുൻപോട്ട് പോയി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് വളരെ ലളിതമായ വാക്കുകളിൽ പറഞ്ഞു കൊടുത്തു. और हम जानते हैं कि वो सफर में आगे बढ़ते गए और फिलिपुस बड़े ही सरल शब्द में खोजा को परमेश्वर के वचन के बारे में सिखाता गया. ചില മിനിറ്റുകൾക്ക് മുമ്പ് തനിക്ക് വായിച്ചിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഫിലിപ്പോസ് വളരെ കൃത്യമായിട്ട് ലളിതമായിട്ട് അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. कुछ क्षण पहले वो परमेश्वर की बातों को समझ नहीं पा रहा था, लेकिन अब फिलिपुस बड़े ही सरल रीति से, बड़े ही मुलायम तरीके से परमेश्वर के वचन को उसको सिखा रहा था या समझा ദൈവത്തിന്റെ रहा വചനം था. അവനെ ആവേശഭരിതനാക്കി. और हम देखते हैं कि परमेश्वर के वचन ने उसे उत्तेजित किया അവൻ സ്വയം തിരിച്ചറിഞ്ഞു ഞാനൊരു പാപിയാണെന്ന്. और उसने खुद इस बात को जान लिया कि वो एक पापी मनुष्य है. യാത്ര മുൻപോട്ട് പോയപ്പോൾ അവൻ ഒരു വെള്ളമുള്ള സ്ഥലം കണ്ടു. और जैसे ही वो सफर में आगे बढ़ रहे होते उसने एक जगह देखा जहां पानी था. രഥം നിർത്തി അവൻ അപ്പോൾ തന്നെ സ്നാനമേറ്റു. और हम देखते हैं उसने रथ को रोका और उसी समय उसने बपतिस्मा पाया. ഇവിടെ നിന്ന് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. यहाँ से एक बात को हम सीख सकते हैं. ചിലർക്ക് വായിച്ചാലും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. कुछ लोग पढ़ने के बावजूद समझ में नहीं आता. അവരെ ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുൾ തിരിച്ചറി കൊടുക്കുവാനായിട്ട് ആളുകളുടെ ആവശ്യമുണ്ട്. और उन लोगों को ये जो छुपी हुई बातें हैं उसको समझाने के लिए, सिखाने के लिए परमेश्वर ने लोगों को नियुक्त किया है. ദൈവവചനത്തെ ലളിതമായിട്ട് കൃത്യമായിട്ട് പഠിക്കുവാൻ നിങ്ങൾക്ക് അവസരം നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ദൈവവചന പരമ്പര കൊണ്ട് ആഗ്രഹിക്കുന്നത്. परमेश्वर की बातों को अच्छी तरीके से सरल रीति तक आप तक पहुंचाने का जो काम है वो हम इस श्रृंखला के द्वारा आपके मध्य लाना चाहते हैं. അപ്പോൾ ഈ മൂന്ന് ചോദ്യവും പ്രസക്തമാണ്. इसलिए ये तीनों सवाल महत्वपूर्ण है. നിങ്ങൾ എങ്ങനെ വായിക്കുന്നു? तुम कैसे पढ़ते हो? നിങ്ങൾ വായിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? जो तुम पढ़ते हो क्या तुम्हें वो समझ आ रहा है? വായിക്കുന്നത് മനസ്സിലാക്കുവാൻ പൊരുൾ തിരിച്ച് തരുവാൻ ആളില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? यदि बातें समझाने के लिए यदि हमारे पास कोई व्यक्ति नहीं है तो हम उसे कैसे समझे? വായിക്കുന്നവർ വായന തുടരുക. जो लोग पढ़ रहे हैं वो पढ़ना जारी रखें. ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്. जो लोग इच्छुक है उनको पढ़ाने का जिम्मेदारी पवित्र आत्मा का है. പഠിക്കുവാൻ അതിയായ ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്തമാണ്. जो लोग पढ़ने की बेहद चाह रखते हैं उनको पढ़ाने का काम पवित्र आत्मा करेगा. ഷണ്ണനെ ദൈവം ഓടിച്ചിട്ട് പഠിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. और हम इस तरह कह सकते हैं कि जो खोजा है उसको दौड़ा दौड़ा कर परमेश्वर ने अपनी वचन सिखाया, हम ऐसा कह सकते हैं. ഒരുപാട് ആളുകളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഫിലിപ്പോസിനെ ഒറ്റൊരു മനുഷ്യന് വേണ്ടി, ആഗ്രഹമുള്ള ഒറ്റൊരു മനുഷ്യന് വേണ്ടി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചു. हम देखते हैं सामरिया नगर में बड़े ही शक्तिशाली रीति से प्रचार करने वाला, सेवकाई करने वाला फिलिपुस को केवल और केवल एक खोजा के लिए अलग कर कर उसको लेकर आया. അതുകൊണ്ട് അൺട്രാവലിംഗ് ദ സ്ക്രിപ്ചേഴ്സ് എന്ന ഈ പഠന പരമ്പരയുടെ രഥത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. इसलिए आज अनरैवलिंग द स्क्रिप्चर यानी कि पवित्र शास्त्र के पर्दे खोलने वाले इस श्रृंखला में हम आपका स्वागत करते हैं. യെരുശലേമിൽ നിന്ന് ഗസയുടെ നിർജ്ജന പ്രദേശത്ത് വഴിയുള്ള ആ യാത്രയിൽ ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ അവന് ലഭിച്ചതുപോലെ നമ്മൾക്കും ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ ലഭിക്കട്ടെ. यरूशलेम से निकलकर निर्जन भूमि से होते हुए आगे जाने वाले उस सफर में परमेश्वर की बातों से मुलाकात करने का एक समय आ गया है. വരുന്ന എപ്പിസോഡുകളിൽ കൂടി നമ്മൾക്ക് തിരുവെഴുത്തിന്റെ ചുരുളുകളെ അഴിക്കാം. आने वाले कड़ियों में हम परमेश्वर की बातों को और नजदीक से जानेंगे. ദൈവവചനത്തെയും ദൈവത്തെയും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരമായി മാറട്ടെ. परमेश्वर के वचन को और परमेश्वर को और गहराई से जानने का एक कारण बनने पाए. ദൈവവചനം പഠിക്കുവാൻ താല്പര്യമുള്ളവരിലേക്ക് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ എത്തിക്കുവാൻ കൂടി ഉത്സാഹിക്കണമേ എന്ന് ആഗ്രഹിക്കുകയാണ്. मैं आपसे अनुरोध करूंगा कि जो लोग परमेश्वर के वचन जानने में इच्छुक है उन तक इस वचन को पहुंचाने के लिए आप हमारी सहायता करें. നിങ്ങൾ എങ്ങനെ വായിക്കുന്നു? आप लोग कैसे पढ़ते हैं? വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? क्या जो आप पढ़ रहे हैं समझ पा रहे हैं? വായിക്കുന്നത് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ടോ? क्या आप जो पढ़ रहे हैं इसको ग्रहण कर रहे हैं? നിങ്ങൾക്ക് പൊരുൾ തിരിച്ചു തരുന്ന ഒരുവന്റെ ആവശ്യമുണ്ടോ? क्या तुम्हें ग्रंथ को समझाने के लिए किसी की जरूरत है? ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. इन बातों का, इन सवालों का उत्तर हम आगे आने वाले कड़ियों में देखेंगे. ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. इन सवालों का जवाब पाना हमारा दायित्व है. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. परमेश्वर आप सबको आशीष दे. ആമേൻ. आमीन.